ആയത്താണ്. ഹജ്ജും ഉംറയും പറയുമ്പോ ഈ ആയത്ത് ഇപ്പൊ എന്താ സൂറത്തുൽ ഹജ്ജിലെ ആദ്യത്തെ ആയത്താണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ അർത്ഥമറിയുന്ന ആളുകൾക്ക് സംശയം വരും, എന്തേ ഇപ്പൊ ഈ ആയത്തും വിഷയം തമ്മിലൊരു ബന്ധം കാണുന്നില്ലല്ലോ. അല്ലാഹു തആല ഹജ്ജ് സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഹജ്ജ് പറയാൻ ഹജ്ജിന്റെ നിയമങ്ങൾ വിവരിച്ചിട്ടുള്ള സൂറയാണ് സൂറത്തുൽ ഹജ്ജ്. വേറെയും സൂറകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ സൂറത്തുൽ ഹജ്ജിൽ അല്ലേ 22ാമത്തെ സൂറയാണ്. ആദ്യത്തെ ആയത്ത് എന്താ? ഹജ്ജിന് പോയിക്കോളൂ, ഹജ്ജ് ഇന്നതാണ്, ഹജ്ജിന്റെ ഇഹ്റാം ഇന്നതാണ്, മീഖാത്ത് ഇന്നതാണ്. ഇതൊന്നും അല്ല വിഷയം. എന്താ അല്ലാഹു തുടങ്ങുന്നത്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മനുഷ്യന്മാരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ ഗൗരവമാണ്, ഭയങ്കരമാണ്. ഭയങ്കരമായ ഭൂകമ്പങ്ങളൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. യൗമ തറൗനഹാ, അന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്, തന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഉമ്മ പാല് കൊടുക്കുന്ന ഉമ്മയെ കാണാൻ കഴിയും. അമ്മാ അർളഅത്, തന്റെ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഇട്ടേച്ച് ഓടുന്ന കാലമാണത്. ഇതൊരു ഉമ്മാക്ക് കഴിയൂല. അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന പൈതലിനെ വലിച്ചെറിഞ്ഞ് ഓടാൻ ഉമ്മാക്ക് കഴിയില്ല. അങ്ങനത്തെ ദിവസമാണ് ഖിയാമത്ത് നടക്കാൻ പോകുന്ന ദിവസം. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭമായി കിടക്കുന്ന പെണ്ണുങ്ങൾ മാസം തികയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണത്. വതറന്നാസ സുകാറാ, ജനങ്ങൾ മുഴുവനും മത്ത് പിടിച്ച പോലെ ഓടി നെട്ടോട്ടം ഓടുന്നുണ്ട്, എങ്ങോട്ടാണെന്നറിയാതെ. വമാഹും ബിസുകാറാ, അവർക്ക് മത്ത് പിടിച്ചതല്ലേ. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ്. ഹജ്ജ് പറയുന്ന ആദ്യത്തെ ആയത്താണിത്. എന്താണ് അല്ലാഹു പറയുന്നത്? ഹജ്ജ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത്, ഉംറ എന്നത് ഓർമ്മിപ്പിക്കേണ്ടത്, മക്കയിൽ ചെന്നാൽ ഓർമ്മ വരേണ്ടത് മഹ്ശറയാണെന്ന് അല്ലാഹു തുടങ്ങി പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഹജ്ജിൽ. അതിനാ പോകുന്നത്, മഹ്ശറ ഓർമ്മ വരാൻ. മഹ്ശറായിലെ വ്യത്യാസമേ ഉള്ളൂ. മഹ്ശറായിൽ വരുമ്പോ വസ്ത്രമുണ്ടാകില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യുഹ്ശറുന്നാസു ഹുഫാതൻ ഉറാ, ജനങ്ങൾക്കന്ന് വസ്ത്രമില്ല. ഹുഫാതൻ, കാലിൽ ചെരുപ്പില്ല. ഉറാതൻ, വസ്ത്രമില്ല. ഗുർലാ, ചില കർമ്മം പോലും ചെയ്യപ്പെടാത്ത അവസ്ഥയിലാണ്. മനുഷ്യന്റെ തന്മയത്വത്തിലാണ്. മറ്റൊന്നും ചേർന്ന് നിൽക്കാത്ത മനുഷ്യന്റെ സ്വയം തടി മാത്രമാണ് മഹ്ശറയിലേക്ക് വരുന്നത്. വസ്ത്രങ്ങളില്ല എന്നർത്ഥം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, വഹൽ യൻദുറുന്നാസു ഇലാ ഔറത ബഅദിൻ, വസ്ത്രമില്ലാതെ നിൽക്കുമ്പോ, ആണുങ്ങളും പെണ്ണുങ്ങളും നിൽക്കുമ്പോ ഔറത്ത് നോക്കിപ്പോകില്ലയോ നബിയെ? ഔറത്ത് കാണില്ലേ നബിയെ? الأمر أشد من أن يهمهم ذلك يا عائشة. ആയിഷ, നാളെ മഹ്ശറയിലേക്ക് വരുമ്പോ ഇത്തരത്തിലുള്ള മോശവിചാരങ്ങൾ തോന്നുന്ന നേരമല്ല ആയിഷ. ഒരാളിന്റെ ഔറത്തിന്റെ ചുറുക്ക് നോക്കി നിൽക്കുന്ന നേരമല്ല അത്. എന്റെ അവസ്ഥ എന്താണ്? എന്റെ പേര് വിളിക്കുന്ന നരകത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലാണോ? എന്റെ പേര് അസ്ഹാബുൽ ജന്നത്തിലാണോ എന്ന് പേടിച്ചു നിൽക്കുന്ന നേരത്ത് ഔറത്ത് ആരും നോക്കില്ല ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നേരം അല്ലേ? ഇഹ്റാമിന്റെ 2 വസ്ത്രങ്ങൾ ധരിക്കുന്ന നേരത്ത് എല്ലാ വസ്ത്രങ്ങളും മാറ്റിവെച്ചില്ലേ? എന്തെല്ലാം ബ്രാൻഡ് ഷർട്ടുകളുണ്ട്, എന്തെല്ലാം ബ്രാൻഡ് ട്രൗസറുകളുണ്ട്, പാൻസ് ഉണ്ട് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന സോക്സിന് പോലും ബ്രാൻഡില്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ടൈ, നമ്മുടെ ഷൂ, എന്തെല്ലാം ഉണ്ട്. എല്ലാം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മഹ്ശറയിലേക്ക് വരുമ്പോ വസ്ത്രമില്ല. ഇത് ദുന്യാവിലെ മഹ്ശറയാണ്. പക്ഷേ നിനക്കിവിടെ വസ്ത്രം വേണം. 2 മുണ്ടെടുത്തോ. പുരുഷനോട്, യാ അല്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുന്ന വരവാണ് നീ ഓർക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടോ ഇല്ലേ എന്ന് ആ മനുഷ്യൻ ചെയ്യുന്ന വുളൂഇൽ അറിയാമെന്ന് ഉലമാ പറയാണ്. നിസ്കാരത്തിൽ ഖുശൂ, ചിലരൊക്കെ പറയും നിസ്കരിക്കുമ്പോ ഖുശൂ കിട്ടുന്നില്ല. നിസ്കാരത്തിന്റെ ഷർത്താണ് വുളു അല്ലേ? വുളു ഇല്ലെങ്കിൽ നിസ്കാരമില്ല.
വുദൂഇന്റെ നിയമങ്ങൾ പാലിച്ച് അതിന്റെ ദിക്റുകൾ ചൊല്ലി ഖിബ്ലയിലേക്ക് മുന്നിട്ട് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ ആ ഒരു ഭവ്യതയോടുകൂടെ വുദൂ ചെയ്യുന്ന വുദൂഇൽ അറിയാം ഒരു മനുഷ്യന്റെ നിസ്കാരം എങ്ങനെയാണ് എന്നതുപോലെ ഇഹ്റാമിൽ അറിയാം ഒരാളുടെ ഹജ്ജും ഉംറയും എന്താണ് ആയിത്തീരാൻ പോകുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. ഇഹ്റാം ചെയ്യുമ്പോ ശ്രദ്ധിക്കണം, അവിടെയാണ് നമ്മുടെ മനസ്സ് വേണ്ടത്. അവിടെയാണ് അല്ലാഹ് ഞാൻ ഇവിടെ എന്നെ തന്നെ മറക്കാൻ പോവാണ് അല്ലേ. നമുക്ക് പിന്നെ ഓർമ്മണ്ടോ? നാടിനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? നമ്മൾ വേറൊരു ലോകത്തല്ലേ. ഏതെല്ലാം ഭാഗത്ത് ഔലിയാക്കന്മാർ അവിടെ വരുന്നുണ്ട് അല്ലേ. അള്ളാഹിന്റെ ആരിഫീങ്ങൾ അവിടെ എത്തുന്നില്ലേ? അള്ളാഹുവിനെ തേടി വരുന്ന ആളുകളല്ലേ അവിടെ വരും. എത്ര മഹാന്മാർ നമ്മൾ ചുറ്റുന്ന ഒരു തവാഫിൽ നമ്മളോട് കൂടെ ചുറ്റുന്നവരിൽ ഏതെല്ലാം രാജ്യത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ കാണും നമുക്കറിയോ. ഏതെല്ലാം രാജ്യത്തെ വലിയ വലിയ ആലിമീങ്ങൾ കാണും. വർഷങ്ങളോളം ഒന്ന് ഹജ്ജിന് കൊണ്ടുപോകല്ല, ഒന്ന് കാബ കാണിച്ചുതാ അല്ലാ എന്ന് പുരയിടത്ത് വെച്ച് ദുആയിരന്ന് കണ്ണുനീര് വാർത്ത എത്രയോ പാവപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ നമ്മുടെ കൂടെ ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ടാകും. അവരുടെ കൂടെയൊക്കെ നിന്നിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ ലോകം മറക്കണം അല്ലേ. കുറച്ചു നേരത്തേക്ക് മറക്കാൻ അള്ളാഹുവിനെ ഓർക്കാനാണ് നിങ്ങളെ ഞാൻ വിളിച്ചത്. അവിടെ നിന്ന് മത്താഫിന്റെ നാട്ടിലേക്ക് ഫോൺ ചെയ്യല്ല. നിന്റെ കുട്ടികളെ മക്കളൊക്കെ ഒന്ന് ഓർത്തോ, എല്ലാം കഴിഞ്ഞിട്ട് നീ വിളിച്ചോ. പക്ഷേ നിന്റെ ഇഹ്റാമിൽ ഇതൊന്നുമല്ല വിഷയം, ഇതൊന്നുമല്ല വിഷയം. കഅബ ഫോട്ടോ എടുത്ത് നടക്കലല്ല അവിടെ വിഷയം. കഅബയുടെ ചുറ്റുള്ള ബിൽഡിംഗുടെ ഫോട്ടോ എടുക്കലല്ല നിന്റെ വിഷയം. നീ അള്ളാഹുവിന്റെ മുമ്പിലാണ്, അള്ളാഹുവിന്റെ രാജസദസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. പുറത്തു തരണേ അല്ലാ എന്ന് അള്ളാഹിന്റെ മുമ്പിലേക്ക് ചോദിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് നമ്മുടെ ചിന്തകളൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ പാപമോചനം ചോദിച്ചു വാങ്ങി ഉമ്മ പ്രസവിച്ച നാളിൽ അന്നത്തെ പോലെ ശുദ്ധിയാക്കി തിരിച്ചു പോരേണ്ട മണ്ണിലേക്കാ കാലുകുത്തിയിരിക്കുന്നത്. ഈ